അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മനുഷ്യരുടെ കൂട്ടത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ആളുകളുണ്ട്. അറിവുള്ളവരുണ്ട്, അറിവില്ലാത്തവരുണ്ട്. വിശുദ്ധ ഖുർആനിൽ അത് സംബന്ധിച്ച് പറയുന്നു, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നബിയെ പറയുക, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. തീർച്ചയായും അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളാണ് ബുദ്ധിമാന്മാർ. അപ്പോൾ അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അഫമങ്കാന മുക്മിനൻ കമങ്കാന ഫാസിക്കൻ ലാ യസ്തവൂൻ. സത്യവിശ്വാസിയായ ഒരാളും അധർമ്മകാരിയും തുല്യമാകുമോ? ലാ യസ്തവൂൻ, അവർ ഒരിക്കലും തുല്യമാവുകയില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്ന, അധർമ്മങ്ങളും തോന്നിവാസങ്ങളും ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. നന്മകളും സുഹൃതങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരുമുണ്ട്. ഇവർ രണ്ടു കൂട്ടിലും ഒരിക്കലും സമമാവുകയില്ല. ഇവർക്ക് സത്യവും നീതിയും നന്മയും അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലവും, തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലവും കിട്ടുക എന്നുള്ളത് മനുഷ്യ മനസ്സിൻ്റെ ഒരു തേട്ടമാണ്. ഈ ലോകത്തൊരിക്കലും നന്മ ചെയ്ത ആളുകൾക്ക് പ്രതിഫലം പൂർണ്ണമായി നൽകാൻ സാധ്യമല്ല. അതുപോലെ തന്നെ അധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക്, തോന്നിവാസങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക്, അക്രമങ്ങളും കൊലയും കൊലപാതകവും യുദ്ധവും ഒക്കെ ചെയ്ത് ഒരുപാട് ആളുകളെ കൊന്നൊടുക്കുന്ന ആളുകൾ, ഇവർക്കൊന്നും അതിനനുയോജ്യമായിട്ടുള്ള ശിക്ഷ നൽകാൻ ഈ ലോകത്ത് സാധ്യമല്ല. അപ്പോൾ അതിന് വേണ്ട ഒരു ലോകം വേണം എന്നുള്ളത് മനുഷ്യ മനസ്സിൻ്റെ തേട്ടമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്ത് ബഖറ ആരംഭിക്കുമ്പോൾ നമുക്ക് കാണാം, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ദാലികൽ കിതാബ്, അതാകുന്നു വേദഗ്രന്ഥം, അതിൽ സംശയമേ ഇല്ല. ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണവർ. വയുഖീമൂന സ്വലാത്ത വയുതൂന സക്കാത്ത, നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നവരാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നൽകപ്പെട്ടതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, നിനക്ക് നൽകപ്പെട്ടിട്ടുള്ളതിലും, വമാ ഉൻസില മിൻ ഖബ്ലിക, നിനക്ക് മുമ്പുള്ളവർക്ക് നൽകപ്പെട്ടിട്ടുള്ളതിലും വിശ്വസിക്കുന്നവരാണവർ. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്ത് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണവർ. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവർക്കാണ് വിജയമുള്ളത് എന്ന്. ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അക്കൂട്ടർക്കാകുന്നു തൻ്റെ റബ്ബിൽ നിന്നുള്ള സന്മാർഗമുള്ളത്, അക്കൂട്ടർ തന്നെയാകുന്നു വിജയികൾ. അപ്പോൾ ഇതിൽ മനസ്സിലാകുന്ന കാര്യം, പരലോകത്തിൽ ദൃഢവിശ്വാസം ഉണ്ടാവുക എന്നുള്ളത്, സ്വർഗ നരകങ്ങളിൽ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾക്കാണ് ഈ അള്ളാഹുവിൻ്റെ വിജയമുണ്ടാവുക എന്നുള്ളതാണ്. സ്വർഗം മനുഷ്യ മനസ്സിൻ്റെ ഒരു തേട്ടമാണ്. സ്വർഗം ഒരു നല്ല അനുഭൂതിയാണ്. സ്വർഗത്തിൻ്റെ അനുഭൂതികളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ ഹദീസിലും ഒരുപാട് പരാമർശങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഒന്നാമതായി സ്വർഗത്തെക്കുറിച്ച് പറയുന്നത് അത് കൺകുളിർമയാണ് എന്നാണ്. സൂറത്ത് സജദയിൽ പറയുന്നു, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഫലാ തഅലമു നഫ്സുൻ, ഒരാൾക്കും അറിയുന്നില്ല, ഒരാൾക്കും അറിയുകയില്ല.
മാ ഉഖ്ഫിയ ലഹും അവർക്ക് എന്താണ് രഹസ്യമാക്കി വെച്ചിട്ടുള്ളതെന്ന്, മിൻ ഖുർറത്തി അയുനിൻ കൺകുളിർമയുള്ളതായിട്ടുള്ള, ജസാഅം ബിമാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി, പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമായി കൺകുളിർമയുള്ളത് എന്താണോ അവർക്ക് രഹസ്യമാക്കി വെച്ചിട്ടുള്ളതെന്ന് ഒരാൾക്കും അറിയില്ല. അപ്പം സ്വർഗത്തിൻ്റെ അനുഭൂതി കൺകുളിർമയുള്ളതാണ്. അതുപോലെ തന്നെ ഹദീസുകളിൽ പരാമർശം വന്ന് തലദ്ദുൽ അയുൻ എന്നാണ്, കണ്ണിന് ആനന്ദമുള്ളത് എന്നുള്ള രീതിയിലും ഹദീസുകളിൽ കാണാവുന്നതാണ്. മറ്റൊരു സ്വർഗത്തിൻ്റെ അനുഭൂതി മാല ഐനുൻ റഅത്ത് വല ഉദ്നുൻ സമിഅത്ത് വല ഖത്തറ അല ഖൽബി ബഷർ, ഒരു കണ്ണിനും കാണാൻ കഴിയാത്തത്, ഒരു കാതുകൊണ്ടും കേൾക്കാൻ കഴിയാത്തത്, ഒരു മനുഷ്യ മനസ്സുകൊണ്ടും ഒരു മനുഷ്യ മനസ്സിനും തോന്നാത്തത് എന്നുള്ള വിശേഷണമാണ് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, സ്വർഗം എന്ന് പറയുന്നത് ഒരു സൽക്കാരമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു കഹ്ഫിൽ അതിനെക്കുറിച്ച് പറയുന്നത്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക്, കാനത്തു ലഹും അവർക്കുണ്ട്, ജന്നാത്തുൽ ഫിർദൗസ് സ്വർഗത്തോപ്പുകൾ, നുസുല സൽക്കാരമായിക്കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക്, സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾക്ക് ഒരു സൽക്കാരമായിട്ടാണ്, ഒരു വിരുന്നായിട്ടാണ് സ്വർഗം ഒരുക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത അതിൻ്റെ തുടർന്നുള്ള വചനങ്ങളിൽ കാണാം. സ്വർഗം എന്ന് പറയുന്നത് ഒരു ശാശ്വതമാണ്. ഖാലിദീന ഫീഹ, അതിലവർ ശാശ്വതരായിരിക്കും, എന്നെന്നും ജീവിക്കുന്നവരായിരിക്കും അവർ. ലാ യബൂന അൻഹാ ഹിവല, അവർ ആഗ്രഹിക്കുകയില്ല, അൻഹു ഹിവല അതിൽ നിന്ന്, ലാ യബൂന അൻഹാ ഹിവല അതിൽ നിന്ന് വിട്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുകയില്ല. അപ്പോൾ സ്വർഗം എന്ന് പറയുന്നത് ശാശ്വതമാണ്, ഒരിക്കലും മടുപ്പുളവാക്കാത്തതാണ്. നമ്മുടെ ദുനിയാവിലെ ഏത് സുഖസൗകര്യങ്ങളാണെങ്കിലും അതിനൊക്കെ ഒരു പരിധിയും പരിമിതിയുമുണ്ട്. കുറച്ച് സമയം അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പുളവാക്കുന്നതാണ്. ഒന്ന് വിട്ട് നമ്മൾ പുതുതായ ഒന്നിലേക്ക് മാറിപ്പോവാനുള്ള ഒരു തോന്നൽ മനുഷ്യനുണ്ട്. എന്നാൽ സ്വർഗം എന്ന് പറയുന്നത് ലാ യുബഊന അൻഹാ ഹിവല, അതിൽ നിന്ന് ഒരിക്കലും വിട്ടു പോകണമെന്ന് ഒരാളും ആഗ്രഹിക്കുകയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം, യുത്താഫു അലൈഹിം ബിസിഹാഫിൻ മിൻ ദഹബിൻ വ അക്വാബ്, സ്വർഗത്തിലുള്ള ആളുകളുടെ ചുറ്റും സ്വർണ്ണ തളികകളും സ്വർണ്ണ പാത്രങ്ങളും കൊണ്ടു നടക്കപ്പെടും. വഫീഹ മാ തഷ്തഹീഹിൽ അൻഫുസ്, അവർ ആഗ്രഹിക്കുന്നതെല്ലാം സ്വർഗത്തിലുണ്ടായിരിക്കും. അർളുഹ സമാവാതി വൽ അർള്, സ്വർഗത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ആകാശഭൂമികളോളം വിശാലമാണ്. ഇതിനോടനുബന്ധിച്ച് ഒരുപാട് ഖുർആനിലും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വിശുദ്ധമായ ഹദീസുകളിലും സ്വർഗത്തെക്കുറിച്ച് ഒരുപാട് വിവരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പഠിക്കുക. ഇതിൽ സ്വർഗത്തിൻ്റെ ആസ്വാദനങ്ങൾ, സ്വർഗത്തിൻ്റെ അനുഭൂതികളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ സ്വർഗം നേടുന്നതിന് വേണ്ടി നമ്മൾ ധൃതി കാണിക്കുകയും അതുപോലെ തന്നെ അതിന് മത്സരിക്കുകയും വേണമെന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ സമാവാതി വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, വസാരിഊ നിങ്ങൾ ധൃതി കൂട്ടണം, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്, വജന്നത്തിൻ സ്വർഗത്തിനും, അർളുഹ സമാവാതി വൽ അർദ് ആകാശഭൂമികളോളം വിശാലമായ, ഉഇദ്ദത് ലിൽ മുത്തഖീൻ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുള്ളതായ. മറ്റൊരു വചനത്തിൽ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കണം എന്നും കാണാം. സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും എന്നും കാണാം. സ്വർഗത്തിൻ്റെ അനുഭൂതികളും ആസ്വാദനങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ധൃതിപ്പെട്ട് സൽക്കർമ്മങ്ങൾ ധാരാളം അനുഷ്ഠിക്കുക, തിന്മകളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുന്നതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ.